الحمد لله الذي بنعمته تتم الصالحات وبمنه وفضله تتنزل الخيرات والبركات والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ CIC നേതാക്കൾ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാധാരണ നമ്മളൊക്കെ ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ആളുകളൊക്കെയും നമ്മുടെ വാക്കുകൾ സാഗൂതം ശ്രവിക്കണമെന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല കഥകൾ, ഏറ്റവും ആകർഷകമായിട്ടുള്ള പൊടിവിദ്യകൾ, ഇതൊക്കെയായിട്ടാണ് സാധാരണ നമ്മൾ സംസാരത്തിന് ഒരുങ്ങാറുള്ളത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, ഖിയാമത്ത് വരെയുള്ള ജനങ്ങൾക്ക് വായിക്കാന്, പഠിക്കാന്, ജീവിതത്തിൽ പകർത്താന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വേദഗ്രന്ഥം അവതരിപ്പിക്കുന്നു. ആ വേദഗ്രന്ഥം ഒരു തവണ വായിച്ച് വീണ്ടും വായിച്ച് വീണ്ടും 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 അത് തന്നെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശരിക്കും നേരത്തെ പറഞ്ഞ ആ ഒരു പ്രഭാഷണത്തെ പോലെ ആവർത്തിച്ച് ഒരാൾ ഒന്ന് തന്നെയാണ് പറയുന്നത് എങ്കിൽ നമുക്ക് ബോറടിക്കുകയല്ല ചെയ്യുക. പക്ഷെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് പറഞ്ഞത് തന്നെ പറഞ്ഞ് പുതിയത് പറയുവാൻ കെൽപ്പുള്ള ലോകത്തെ ഒരേ ഒരു ടെക്സ്റ്റ്, അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. നിങ്ങൾ ഒരു തവണ ഖുർആൻ വായിക്കുന്നു, ഒരു ആയത്ത് പഠിക്കുന്നു, ആ ആയത്ത് നിങ്ങൾ രണ്ടാമത്തെ തവണ പഠിക്കുമ്പോൾ നേരത്തെ പഠിച്ചത് മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുക. അതാണ് ഞാൻ പറഞ്ഞത്, പറഞ്ഞത് തന്നെ പറഞ്ഞ് പുതിയത് പറയുവാൻ പറ്റുന്ന ലോകത്തെ ഒരേ ഒരു ടെക്സ്റ്റ് വിശുദ്ധ ഖുർആനാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിലൊക്കെ ഇത്രമാത്രം തഫ്സീറുകൾ കടന്നു വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ തന്നെ അതിനെക്കുറിച്ച് വലൗ അന്നമാ ഫിൽ അർളി മിൻ ഷജറത്തിൻ അഖ്ലാം, ഭൂമിയിലുള്ള എല്ലാ വൃക്ഷങ്ങളെയും നിങ്ങൾ പേനകളാക്കി മാറ്റുക, വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അത അബ്ഹർ, നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന സമുദ്രത്തെ 7 ഇരട്ടി വികസിപ്പിക്കുകയും ചെയ്യുക. മാ നഫിദത് കലിമാതുല്ലാഹ്, ആ ടെക്സ്റ്റ് വീണ്ടും നിങ്ങൾക്ക് പുതിയത് തരും, അതൊരിക്കലും തീർന്നു പോവുകയില്ല എന്നുള്ളതാണ്. ബഹുമാന്യനായ അമീർ ഉദ്ഘാടന പ്രഭാഷണത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ഒരു വിശേഷണത്തെ കുറിച്ച് പറഞ്ഞു. ഫുർഖാൻ എന്നുള്ളതാണ് വിശേഷണം. ആ വിശേഷണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന് ഒരുപാട് നാമങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ഫുർഖാൻ എന്നുള്ള നാമം ഖുർആനിന് നൽകുകയും ഖുർആനിലെ ഒരേ ഒരു സൂറത്തിന് നൽകുകയും ചെയ്ത ഖുർആനിന്റെ ഒരേ ഒരു വിശേഷണമാണ് ഫുർഖാൻ എന്നുള്ളത്. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് വളരെ മനോഹരമാണ്. വിശുദ്ധ ഖുർആനിലെ തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ എന്ന് പറയുന്നുണ്ട്. ഇതിനു മുമ്പുള്ള വേദഗ്രന്ഥത്തിനും ഇതേ ഫുർഖാൻ എന്നുള്ള പേര് വിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഇദ ആതൈന മൂസൽ കിതാബ വൽ ഫുർഖാന ലഅല്ലകും തഹ്തദൂൻ എന്ന് പറയുന്നുണ്ട്. വേദഗ്രന്ഥങ്ങളൊക്കെയും ഫുർഖാനുകളാണ്. ഫുർഖാൻ എന്താണ് എന്ന് അറിയണമെങ്കിൽ ഫുർഖാൻ എന്ന് പറയുന്നത് ഖുർആനിന്റെ ദൗത്യമാണ്. ശരിക്കും അറബി ഭാഷയിൽ മഫ്രിഖ് റഅസ് എന്ന് പറയും. മുടി വേർതിരിയുന്ന ഇടമാണ് മഫ്രിഖ് റഅസ് എന്ന് പറയുന്നത്. മഫ്രിഖ് തുറുഖ് എന്ന് പറയും. 2 വഴികളായിട്ട്, ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്ന് 2 വഴികളായിട്ട് പിരിയുന്നിടമാണ് മഫ്രിഖ് തുറുഖ് എന്ന് പറയുക. ഇതിൽ നിന്നാണ് ഫുർഖാന് കടന്നു വന്നിട്ടുള്ളത്. ഫുർഖാൻ എന്ന് പറയുന്നത് ലലാലത്തിനെയും ഹിദായത്തിനെയും വേർതിരിക്കുന്ന നിയമമാണ്. അതല്ലെങ്കിൽ അതിന്റെ മാനദണ്ഡമാണ് നമ്മുടെ കയ്യിലുള്ള ഫുർഖാൻ എന്ന് പറയുന്നത്. പക്ഷെ അത് ഏതോ ഒരു അർത്ഥത്തിൽ ഏതോ ഒരു നിയമം തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഇത് ഹിദായത്ത്, ഇത് ലലാലത്ത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല ചെയ്തിട്ടുള്ളത്.
വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായിട്ടാണ് ഫുർഖാൻ എന്നുള്ള പേര് ഖുർആനിന് നൽകിയിട്ടുള്ളത്. ഖുർആൻ അവതരിച്ചതോടുകൂടി, അതാണ് നേരത്തെ ഓതി വെച്ച ആയത്തിൽ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഖുർആൻ ഇറങ്ങിയതോടുകൂടി ആളുകൾ രണ്ടായി തിരിഞ്ഞു. പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഖുർആനിന്റെ ആളുകളും ഖുർആനിന്റെ ശത്രുക്കളും. അപ്പൊ അതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ രണ്ട് വഴി തിരിച്ചതുപോലെ ആളുകളെ രണ്ടായി തിരിച്ചു. അത് താത്വികമായി തിരിച്ചതാണ്. പിന്നീട് അതിന് പ്രായോഗികമായ ഒരു തിരിവ് സംഭവിക്കുന്നുണ്ട്. ആ തിരിവിനെ കുറിച്ച് വിശുദ്ധ ഖുർആന് ബദ്റിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാൻ. നമ്മളുടെ ഫുർഖാൻ ഇപ്പോഴും നമ്മുടെ ഇൽമിലാണ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ താത്വികമായിട്ടുള്ള ഫുർഖാനാണ് നമ്മുടെ കയ്യിലുള്ളത്. എന്ന് പറഞ്ഞാൽ ഹിദായത്ത് ഏതാണ്, ലലാലത്ത് ഏതാണ് എന്നൊക്കെ നമുക്കറിയാം. അത് വഴികേടാണ് എന്നൊക്കെ പറയും. പക്ഷെ ലോകത്ത് ഹിദായത്ത് സ്ഥാപിച്ച്, അതല്ലെങ്കിൽ ബദർ പോലുള്ള ഒരു കൃത്യമായ രൂപത്തിൽ ലലാലത്തിനെയും ഹിദായത്തിനെയും വേർതിരിക്കുന്നതിൽ നമ്മളിപ്പോഴും എത്തിയിട്ടില്ല. നൂൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു സംവിധാനം എന്ന് പറയുന്നത് അതുപോലുള്ള സംവിധാനമാണ്. എന്ന് പറഞ്ഞാൽ കുറെ ഖുർആൻ പാരായണം ചെയ്തത് കൊണ്ട് നേരത്തെ പറഞ്ഞതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിനെ ഖുർആനിനെ ജീവിതത്തിലൂടെ ഏറ്റെടുക്കുന്ന ഒരു സംഘം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ആ സംഘത്തിനാണ് ലോകത്ത് ബദ്ർ നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ അവതരിച്ച ദിവസം എന്ന് പറയുന്നത് ഫുർഖാനിന്റെ ദിവസമാണ്. ബദർ സംഭവിച്ച ദിവസം എന്ന് പറയുന്നതും ഫുർഖാനിന്റെ ദിവസമാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമുക്കൊക്കെ പരിചയമുള്ള ഒരു പ്രയോഗമുണ്ട് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട്. മക്കിയാണ് മദനിയാണ് എന്ന് പറയും. എന്താണ് മക്കി, എന്താണ് മദനി? നേരത്തെ പറഞ്ഞ ഫുർഖാനിന്റെ മറ്റൊരു രൂപമാണ് മക്കി മദനി എന്ന് പറയുന്നത്. മക്ക എന്നുള്ള അറബി പദത്തിന്റെ തന്നെ അർത്ഥം സുമ്മിയത് മക്കത്തു മക്കത ലി അന്നഹ തുമുക്കുന്നാസ ഇലൈഹ, ജനങ്ങളെ വലിച്ചെടുക്കുക എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല ലി അന്ന ദുനൂബ തുമക്കു ഫീഹ, ആളുകളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരുടെ പാപങ്ങളൊക്കെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ചെയ്ത പണി അതായിരുന്നു. മക്കയുടെ സൂറത്തുകളുടെ പണി അതായിരുന്നു. എന്ന് പറഞ്ഞാൽ ആളുകളെയൊക്കെ വിളിച്ചു ചേർത്ത് ഒരു സംഘം രൂപീകരിച്ച് അവരുടെ പാപങ്ങളൊക്കെ കഴുകിക്കളയുന്ന ഏർപ്പാട്. അതാണ് മക്കയിൽ സംഭവിച്ചത്, മക്കിയായ സൂറത്തുകളിലൂടെ. പിന്നെന്ത് സംഭവിച്ചു? പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയി. മദീന എന്ന് പറഞ്ഞാൽ എന്താണ്? മദീന എന്ന് പറഞ്ഞാൽ പട്ടണം എന്നാണ് അർത്ഥം. മദീനയിൽ ഇറങ്ങിയിട്ടുള്ള നിയമങ്ങളൊക്കെയും നിങ്ങൾ ഇസ്ലാമികമായ ഒരു പട്ടണത്തെ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അതാണ് നാഗരിക നിയമങ്ങൾ എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ ഇതിന് പറഞ്ഞു വെച്ചത്. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ ഫുർഖാൻ വീണ്ടും സംഭവിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസ്കരിക്കുന്നു വളരെ മനോഹരമായിട്ട്. ആ ഘട്ടമാണ് ഇപ്പോഴും നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിട്ടില്ല. അപ്പൊ അടുത്ത ഘട്ടത്തിലേക്ക് കൂടി കടന്നാലേ, എന്ന് പറഞ്ഞാൽ മദനി കൂടി ആയാൽ, നമ്മൾ ഇപ്പോഴും മദനിയായ സൂറത്ത് പഠിച്ച് മക്കിയായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മദനി കൂടി ആയാലേ നേരത്തെ പറഞ്ഞ ഫുർഖാൻ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുകയുള്ളൂ. പക്ഷെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ പടച്ചവനെ ഞങ്ങൾക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം വിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിക്കുന്നത് അവിടെയും ഫുർഖാൻ, പടച്ചവന്റെ മുമ്പിൽ പടച്ചവനെ ഞങ്ങൾക്ക് ഇതിന് സമയം കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഖുർആന് ഒറ്റ ദിവസം കൊണ്ടല്ല ഇറക്കിയത്. നേരെ മറിച്ച് മുറിച്ച് 23 വർഷം കൊണ്ടാണ് ഇറക്കിയത്. 23 വർഷം കൊണ്ട് ഇറക്കിയത് എന്തുകൊണ്ടാണ്? കഷ്ണം കഷ്ണമാക്കി പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന് 23 കൊല്ലം കൊണ്ടാണ് സാക്ഷാൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള ഉമ്മത്തിന് പകർന്നു കൊടുത്തിട്ടുള്ളത് എങ്കിൽ നമ്മളും അങ്ങനെ തന്നെയാണ് അത് പഠിച്ചെടുക്കേണ്ടത്. നമ്മുടെ ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പതിയെ പതിയെ വഖുർആനൻ ഫറഖനാഹു ലിതഖറാഹു അലന്നാസി അലാ മുക്സിൻ, പടച്ച തമ്പുരാന്റെ മുമ്പിൽ പടച്ചവനെ നീ ഇത് ഫുർഖാനാക്കി വീതം വെച്ച് തന്നിട്ട് അത് ഫുർഖാനാക്കി പഠിച്ചെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പരാതി പറയുവാൻ യാതൊരുവിധ ന്യായവുമില്ല എന്ന് കൂടി നമ്മൾ തിരിച്ചറിയുക. ഖുർആനെ ചൊല്ലി തീർക്കാനുള്ളതല്ല,
അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായ ഒരു പ്രയോഗമുണ്ട്, ലാ തഹുദ്ദുൽ ഖുർആന ഹദ്ദ ശിഅർ. നിങ്ങൾ കവിത ചൊല്ലി തീർക്കുന്നത് പോലെ ഒരിക്കലും വിശുദ്ധ ഖുർആൻ ചൊല്ലി തീർക്കരുത്. വലാ തൻസുറൂഹു നസ്റ ദഖൽ. ഈ തപ്പനകൾ ഇങ്ങനെ കൂട്ടിയിടുന്നത് പോലെ നിങ്ങൾ അതിങ്ങനെ വാരിയെറിയുകയും ചെയ്യരുത്. ഖിഫു ഇൻദ അജായിബി. നിങ്ങൾ അതിന്റെ അത്ഭുതങ്ങളുടെ അടുത്ത്, ഓരോ അക്ഷരങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുക. വഹരിഖു ബിഹിൽ ഖുലൂബ്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ഇങ്ങനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുക. വിശുദ്ധ ഖുർആന് വായിക്കാൻ പറയുന്നുണ്ട്, നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്. വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒറ്റയായും പറഞ്ഞിട്ടുണ്ട്, പ്ലൂരലായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്കുക എന്നാണ്. ഇഖ്റഉ എന്ന് പറയുന്നതും നിങ്ങൾ വായിക്കുക എന്നാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത, ഇഖ്റ എന്ന് വിശുദ്ധ ഖുർആനിൽ 3 തവണയേ വന്നിട്ടുള്ളൂ. ഇഖ്റഉ എന്നുള്ളതും 3 തവണയേ വന്നിട്ടുള്ളൂ. ഇതിലെ ഈ ഇഖ്റയിലെ ആദ്യത്തെ 2 തവണയും ഇഖ്റഉ എന്നുള്ളതിലെ ആദ്യത്തെ 2 തവണയും ദുന്യാവിലെ വായനയുമായി ബന്ധപ്പെട്ടതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന് പറഞ്ഞത്. ഇഖ്റ വ റബ്ബുക്കൽ അക്രം 2 തവണ. മൂന്നാമതൊരു വായനയുണ്ട്. അതെവിടെയാണ്? 2 തവണ ദുന്യാവിൽ നിങ്ങൾ വായിച്ചാലേ മൂന്നാമത്തെ വായനയിൽ നിങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ. ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കർമ്മരേഖ നൽകും. ആ കർമ്മരേഖ നിങ്ങൾക്ക് വായിച്ചു തീർക്കണമെങ്കിൽ, വായിക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ, നിങ്ങൾ ഇഹലോകത്ത് അല്ലാഹു വായിക്കാൻ പറഞ്ഞത് നിങ്ങൾ വായിച്ചു കൊണ്ടേയിരിക്കണം. ഇഖ്റഉ എന്നുള്ളതും അങ്ങനെ തന്നെയാണ്. ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ. നിങ്ങൾ ഖുർആനിൽ ഏറ്റവും ലളിതമായ രൂപത്തിൽ, ലളിതമായ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു പഠിക്കുക. അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ നമസ്കാരത്തിൽ നിങ്ങൾ പാരായണം ചെയ്യുക. ഫഖറഉ മാ തയസ്സറ മിൻ. 2 തവണ വായിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. മൂന്നാമത്തെ വായന ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാഉം ഇഖ്റഊ കിതാബിയ. മൂന്നാമത്തെ വായന സാക്ഷാൽ പടച്ച തമ്പുരാന്റെ മുമ്പിലുള്ള വായനയാണ്. ആ വായനക്ക് നമുക്ക് സാധിക്കണമെങ്കിൽ ഇവിടെ 2 തവണ നമുക്ക് വായിക്കുവാൻ സാധിക്കണം. ഇവിടെ 2 തവണ വിശുദ്ധ ഖുർആൻ, 2 തവണ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ വീണ്ടും വീണ്ടും ദുന്യാവിൽ നമുക്ക് വായിക്കുവാൻ പറ്റുന്നില്ല എങ്കിൽ നാളെ പരലോകത്ത് നമുക്കത് ഒരിക്കലും വായിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ആ വായിക്കാൻ പറഞ്ഞ, അതായത് കർമ്മരേഖ കയ്യിൽ കിട്ടുമ്പോ നിങ്ങൾ എന്റെ കർമ്മരേഖ ഒന്ന് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന ചില മനുഷ്യന്മാർ, അവര് പറയും മിന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. എനിക്കറിയാം ഇങ്ങനെ സംഭവിക്കുമെന്ന്, അതുകൊണ്ട് ഞാൻ ഇത് വായിച്ചു പഠിച്ചിട്ട് വിശുദ്ധ ഖുർആൻ പഠിച്ച് അതിനനുസരിച്ച് കൊണ്ടാണ് ജീവിച്ചത് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇവിടെ ഖുർആൻ വായിക്കുന്നില്ല എങ്കിൽ നാളെ പരലോകത്ത് നമുക്ക് നമ്മുടെ കർമ്മരേഖ ഒരിക്കലും വായിക്കുവാൻ സാധിക്കുകയില്ല. ഇവർക്ക് മാത്രമേ, വലത് കൈയിൽ ലഭിക്കുന്നവർക്ക് മാത്രമേ അത് വായിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഖറഅ എന്ന് പറഞ്ഞാൽ വായിക്കുക എന്നല്ല അർത്ഥം. ഖറഅ എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിക്കുക എന്നാണ് അർത്ഥം. ഖറഅ എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഭാഷയിൽ ചേർത്ത് പിടിക്കുന്നതിന് പ്രയോഗിക്കുന്നതാണ്. നിങ്ങൾ അതിനെ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടതാണ്. ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന. ഖുർആൻ ഖുർആനായി തീരുന്നത് നമ്മൾ അതെപ്പോഴും വായിക്കുന്നത് കൊണ്ടല്ല. ഖുർആൻ ഖുർആനായി തീരുന്നത് നാം അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ്. ഫത്തബിഉ ഖുർആന എന്നാണ്. തബീഅ എന്ന് പറഞ്ഞാല് ഈ അമ്മയുടെ മാറിൽ ചേർന്ന് കിടന്നുകൊണ്ട് പാല് കുടിക്കുന്ന കുഞ്ഞിനാണ് തബീഅ എന്ന് പറയുക. നമ്മള് വിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് വെക്കണം എന്നുള്ളതാണ് ഫത്തബിഉ ഖുർആന എന്ന് പറയുന്നത്. അതോടൊപ്പം ഇത് ലളിതമല്ല. ഖുർആൻ ലളിതമാണ്, മനസ്സിലാക്കലും ലളിതമാണ്. പക്ഷെ അതിനെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസകരമാണ്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ തഖീല. കുറച്ച് കനമുള്ള വചനങ്ങളാണ് നാം ഇറക്കിയിട്ടുള്ളത്.
സ്വാഭാവികമായി നിങ്ങൾ അത് ചേർത്ത് പിടിക്കുമ്പോ ഭൗതികമായി നഷ്ടങ്ങൾ ഉണ്ടാകും. പ്രിയപ്പെട്ടവരൊക്കെയും നിങ്ങളുടെ ശത്രുക്കളായി മാറിയേക്കും. നിങ്ങളെ മറ്റുള്ളവർ അകറ്റി നിർത്തിയേക്കും. പക്ഷെ അതിനുള്ള മരുന്ന് എന്ന് പറയുന്നത് നിങ്ങൾ രാത്രിയിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളുക എന്നുള്ളതാണ്. ഖുമില്ലൈല ഇല്ലാ ഖലീല. രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി പാരായണം ചെയ്യണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇന്നാ സനുൽഖി അലൈക ഖൗലൻ തഖീല. പടച്ചവന്റെ മുമ്പിൽ ഈ വിശുദ്ധ ഖുർആനുമായി രാത്രിയിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിൽ ഈ വിശുദ്ധ ഖുർആനുമായി പകൽ വെളിച്ചത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് എന്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് 3 പദങ്ങളാണ്, പ്രയോഗങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതിലൊന്നാമത്തേത് ഖിറാഅത്ത് എന്ന് പറയുന്നതാണ്. ഖിറാഅത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. വിശുദ്ധ ഖുർആനിനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ആ ഉത്തരവാദിത്വം. വഇദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറ. ആ ഖുർആനുമായി ജനങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളതാണ് ഖിറാഅത്ത് എന്നുള്ള നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് തിലാവത്ത് എന്നുള്ളതാണ്. തിലാവത്ത് എന്ന് പറയുന്നത് ഇത് മറ്റുള്ളവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുക, ഉറക്കെ ഓതുക, അതിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് തിലാവത്ത് എന്ന് പറയുന്നത്. വമാ കാന റബ്ബുക മുഹ്ലികൽ ഖുറ ഹത്താ യബ്അസ ഫീ ഉമ്മിഹാ റസൂലൻ യത്ലു അലൈഹിം ആയാതിന. ഇതായിരുന്നു പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം. ജനങ്ങൾക്ക് മുമ്പിൽ വിശുദ്ധ ഖുർആൻ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി എന്ന് പറയുന്നത് വളരെ കൃത്യമായി അള്ളാഹുവിന്റെ വചനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ പാരായണം ചെയ്ത് കേൾപ്പിക്കുക എന്നുള്ളതാണ് തിലാവത്തുമായി ബന്ധപ്പെട്ട നമ്മുടെ ഉത്തരവാദിത്വം. മൂന്നാമത്തേത് ഖുർആനിനെ ഓരോ അക്ഷരങ്ങളും തഴുകിക്കൊണ്ട് നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. അതാണ് തർത്തീൽ. ഔസിദ അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല. നിങ്ങൾ രാത്രിയിൽ എഴുന്നേറ്റ് നിൽക്കുക, അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒറ്റയ്ക്കിരിക്കുക, വിശുദ്ധ ഖുർആൻ കയ്യിലെടുത്തുകൊണ്ട് വറത്തിലിൽ ഖുർആന തർത്തീല, അതിലെ ഓരോ അക്ഷരങ്ങളെയും തഴുകിക്കൊണ്ട് ഓരോ അക്ഷരങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ അത് വേണ്ടുവോളം പാരായണം ചെയ്ത് ആസ്വദിക്കുക. ഇത് മൂന്നുമാണ് ഖുർആനുമായി ബന്ധപ്പെട്ട നമ്മുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് ഇത് അല്ലാഹു വഖുർആനൻ ഫറഖനാഹു ലിതഖറഹു അലന്നാസി അലാ മുക്തിൻ, നമുക്കൊക്കെയും വേണ്ടും വിധം ആലോചിച്ച് സമയമെടുത്ത് പഠിക്കുവാനുള്ളതാണ്. അങ്ങനെ സമയമെടുത്ത് പഠിക്കുവാനുള്ള അവസരമാണ് നമ്മുടെ മുമ്പിലുള്ള നൂൻ എന്ന് തിരിച്ചറിയുക. ഇതിന് സമയമില്ല എന്ന് പറയരുത്. ജീവിതത്തിൽ മറ്റെന്തെങ്കിലും സമയമുണ്ടെങ്കിൽ ഇതിനും സമയം ഉണ്ടാക്കുകയാണ് നമ്മൾ വേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ ഇമാമാക്കിയിട്ടുള്ള വിശ്വാസികളുടെ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.